സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചായിരുന്നു താവൂർ ഹസൻ റാണ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ഒരു ഫാസിലിറ്റേറ്റർ ആയിരുന്നു. ഞാൻ ഹാൻഡ്ലർ പറയൂല, ഫാസിലിറ്റേറ്റർ ആയിരുന്നു. അവർക്ക് വേണ്ടി അവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് താമസിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ നോക്കിയിട്ട് അവരുടെ വീഡിയോ ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് താവൂർ ഹസൻ റാണ ഒരു ഓഫീസ് തുടങ്ങി ബോംബെയിൽ. ആ ഓഫീസിലെ ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് എംപ്ലോയി ആക്കി. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് സംശയം ഉണ്ടായിട്ടില്ല. ഇയാളെ പിന്നെ പോയി എല്ലാം റെക്കി ചെയ്തിട്ട് പിന്നെ എല്ലാ ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് അവർക്ക് കൊടുത്തു. സോ അതിനെ അറ്റാക്കായി. സോ താവൂർ ഹസൻ റാണയുടെ റോൾ അത്രമാത്രം നമുക്ക് മനസ്സിലാകും. പക്ഷേ നമ്മുടെ ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഈ താവൂർ ഹസൻ റാണയുടെ ആക്ച്വലി ഇയാൾക്ക് സഹായിക്കുന്ന ആരാണോ, താവൂർ ഹസൻ റാണയുടെ ഹാൻഡ്ലർ ആരാണോ, താവൂർ ഹസൻ റാണ എവിടെ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ, താവൂർ ഹസൻ റാണ പിന്നെ വേറെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇന്ത്യയിൽ, ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എല്ലാം സംശയമായിട്ട് നിൽക്കാനായിരുന്നു. പക്ഷേ അത് അവരുടെ മറുപടി നമുക്ക് കിട്ടിയില്ലായിരുന്നു. നൗ ഇറ്റ് ഈസ് ടൈം. കാരണം ഇപ്പോൾ എക്സ്ട്രഡിഷൻ ആയി. നല്ല രീതിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല ഏജൻസി പല ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഇയാളൊക്കെ കിട്ടി. അറ്റ്ലീസ്റ്റ് കിട്ടിയല്ലോ. കുറച്ച് ലേറ്റായി, നിങ്ങൾ പറഞ്ഞ പോലെ ലേറ്റായി. പക്ഷേ എക്സ്ട്രഡിഷൻ പ്രോസസ്സ് എല്ലാ സമയത്ത് ഇങ്ങനെ ഒരു ഡിലേ ആക്കാറുണ്ടോ. ഞാൻ ഒരുപാട് എക്സ്ട്രഡിഷൻ ചെയ്തതുകൊണ്ട് ഇത് പറയാം. അപ്പോൾ ഈ ആളെ കിട്ടിയ ശേഷം ഇപ്പോൾ നമുക്ക് കുറച്ച് ക്ലാരിറ്റി ഉണ്ടാക്കും. ഇയാളായിട്ട് സംസാരിച്ച ശേഷം നേരെ 1-to-1 സംസാരിച്ചാൽ മാത്രം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. ഞങ്ങൾ ഒന്ന് ഉദാഹരണം പറയാം. ഇയാളെ കുറച്ച് ദിവസം ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് അവന് ശ്രമിച്ചു. ഓക്കെ, അതാണ് അറിയാം. പക്ഷേ ഇയാൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്തോ, ആരെ കോണ്ടാക്ട് ചെയ്തു, ഓർ എന്തെങ്കിലും ഇവിടെ നടത്തിയിട്ടുണ്ടോ, ഇയാൾ എന്തെങ്കിലും റെക്കി ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാകും. സോ വളരെ ഈ നമ്മുടെ ലാർജർ കോൺസ്പിറസി മീൻസ് മുംബൈ അറ്റാക്ക് പ്ലസ് എന്തെങ്കിലും അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നതായിരുന്നല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏജൻസികൾക്ക് വളരെ ഒരു നേട്ടം ആയിട്ട് ഞാനാണ് ധരിക്കുന്നത് ഇപ്പോൾ. സോ ദേ വിൽ ബി വെരി ഹാപ്പി. ഐ എം ഓൾസോ വെരി ഹാപ്പി. കാരണം ഒരു എക്സ്ട്രാഡിഷൻ നടത്തി, പിന്നെ ഇയാളെ ഇപ്പോൾ കയ്യിൽ കിട്ടി. നമുക്ക് ലാർജർ കോൺസ്പിറസി കറക്റ്റായിട്ട് മനസ്സിലാക്കാം. പിന്നെ അതുകൂടാതെ വേറെ ഏതെങ്കിലും അക്യൂസ്ഡ് പ്രതികളുണ്ടോ ഇതിൽ, അത് ഓൾസോ മനസ്സിലാക്കാം. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. സർ, പാകിസ്ഥാൻ ഇപ്പോഴും പറയുന്നത് ഇയാൾ അവരുടെ പൗരനല്ല എന്നുള്ള കാര്യമാണ്. ഹീ ഈസ് എ കനേഡിയൻ പാസ്പോർട്ട് ഹോൾഡർ. പുള്ളി അവിടെയാണ് പഠിച്ചത്. അയാൾക്ക് അതേ സമയത്ത് ഈ പാകിസ്ഥാനിൽ നിന്ന് ഹസൻ അബ്ദാലിയിൽ നിന്നൊക്കെ ട്രെയിനിങ് ലഭിച്ചതായിട്ട് ആ രീതിയിലെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഈ ആള് ആക്ച്വലി നമ്മുടെ അവരായിട്ട് ആക്ച്വലി കോൾമാൻ ഹെഡ്ലിയുടെ ഭയങ്കര ഫ്രണ്ടാണ്. അപ്പോൾ ഇയാൾ പിന്നെ പാകിസ്ഥാൻ ഓൾസോ ആർമിയിൽ ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ അതിനൊരു ഡെജർട്ടറാണ് ഇയാൾ, അവിടെ വിട്ടിട്ട് പോയി. പക്ഷെ അതുകൊണ്ട് കൂടുതൽ വിവരം നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. പിന്നെ അതിനെപ്പറ്റി പക്ഷേ അവരുടെ ഒരുപാട് ഫോൺ കോൾ പാകിസ്ഥാനിക്കുണ്ട്. അപ്പോൾ പാകിസ്ഥാനായിട്ട് എന്താ കണക്ഷൻ ആണോ അതോ ഈ കാര്യങ്ങളോ ഇപ്പോൾ അന്വേഷണം മാത്രം പറയുമല്ലോ. ഒരുപാട് ഫോണിൽ ഒരുപാട് ഓഫ് കോഴ്സ് ഡേവിഡ് ഹെഡ്ലി ആയിട്ട് കൂടുതൽ സംസാരമുണ്ടോ. ഒരു കാര്യമാണ്, ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് അവിടെ നിന്നു ലഷ്കർ ആൾക്കാരെ പിന്നെ ISI എല്ലാം ഇങ്ങോട്ടേക്ക് അയച്ചു. അപ്പോൾ ഇയാൾ അവരുടെ സഹായം എടുത്തി. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബിലീവ് ഇയാളുടെ കണക്ഷൻസ് ഒന്നും ഇല്ല. ചിലപ്പോൾ ഒഫീഷ്യലി ആയിരിക്കില്ല, പക്ഷെ ചിലപ്പോൾ അൺഒഫീഷ്യലി ആയിരിക്കും. പക്ഷേ ഈ കാര്യങ്ങൾ മാത്രം അന്വേഷണം മാത്രം കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. ഒരു തെളിവ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പറയാമല്ലോ. പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞു അവരുടെ സിറ്റിസൺ അല്ല, കാരണം അവരുടെ പാസ്പോർട്ട് കനഡിയൻ പാസ്പോർട്ടാണ്. അത് ശരിയാണ്, കനഡിയൻ പാസ്പോർട്ടാണ്. അതുപോലെ തന്നെ ഡേവിഡ് ഹെഡ്ലിയുടെ പാസ്പോർട്ട് അമേരിക്കൻ പാസ്പോർട്ടാണ്. പക്ഷേ അവരുടെ ആക്ച്വലി കണക്ഷൻ ഒരുപാട് ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്നു. സോ ലെറ്റ് us see, ഇൻവെസ്റ്റിഗേഷൻ വിൽ ഫൈൻഡ് ഔട്ട്.
കൊച്ചിയിൽ വന്ന് താമസിച്ചതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല. ഇവിടെ വന്നായിരുന്നു, താമസിച്ചു, ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടോ, ഹോട്ടൽ റെക്കോർഡ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ടോ. പക്ഷേ ഇയാളെ എന്തൊക്കെ അറിയില്ലാത്ത രീതിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഒരു പിടിയില്ല. നമ്മുടെ ആൾക്ക് കിട്ടിയ ശേഷം മാത്രം കുറച്ച് കാര്യങ്ങളൊക്കെ നേരാക്കും. ഇയാൾക്ക് കേരളത്തിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചതായിട്ട് അതിൽ ഒന്നുമില്ല, തെളിവൊന്നുമില്ല. ചിലപ്പോൾ അതാണ് ഞാൻ ആക്ച്വലി പേഴ്സണലി, കാരണം കുറേ കാര്യങ്ങൾ അല്ലെ ഗ്രേ ഏരിയാസ് ഉണ്ട്. ആ ഗ്രേ ഏരിയാസ് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുടെ ചിലപ്പോൾ പേരെ വരും. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഞാനൊരു ജസ്റ്റ് ഇമാജിനേഷനാണ് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ചിലപ്പോൾ വരും, പക്ഷേ ഐ ഡോണ്ട് നോ. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ തഹാവൂർ റാണയുടെ പങ്ക് സംബന്ധിച്ച് നമ്മുടെ കൂടുതൽ വിവരം ഹെഡ്ലിയാണ് പറഞ്ഞത്. ഹെഡ്ലിയുടെ ഇൻട്രോഗേഷൻ റിപ്പോർട്ടിൽ എല്ലാം ഉണ്ട്. ഹെഡ്ലിയുടെ ഇൻട്രോഗേഷൻ റിപ്പോർട്ട് നെറ്റിലുണ്ട്, പബ്ലിക് ഡൊമൈനിലാണ്. അത്രേ.